ലോക വിഡ്ഢിദിനത്തിന്റെ തുടക്കത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല. എങ്കിലും ഈ ദിനത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പല കഥകളും നിലവിലുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഈ ദിനം ആദ്യമായി ആചരിച്ചു തുടങ്ങിയതെന്ന് കരുതപ്പെടുന്നു. 1582-ൽ ഫ്രാൻസിൽ ജൂലിയൻ കലണ്ടറിൽ നിന്ന് ഗ്രിഗോറിയൻ കലണ്ടറിലേക്ക് മാറിയതിനു ശേഷമാണ് ഏപ്രിൽ 1-ന് പ്രാധാന്യം ലഭിച്ചത് എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. അക്കാലത്ത് മാർച്ച് 25 മുതൽ ഏപ്രിൽ 1 വരെയായിരുന്നു പുതുവർഷമായി ആഘോഷിച്ചിരുന്നത്. പോപ്പ് ഗ്രിഗറി 13-ാമൻ മാർപ്പാപ്പയായിരിക്കുന്ന കാലത്ത് ജൂലിയൻ കലണ്ടർ മാറ്റി ഗ്രിഗോറിയൻ കലണ്ടറാക്കി. ഗ്രിഗോറിയൻ കലണ്ടർ നിലവിൽ വന്നപ്പോൾ ജനുവരി 1 പുതുവർഷം. എന്നാൽ ഈ മാറ്റം പലരും അറിഞ്ഞില്ല. ഇതറിയാത്ത പലരും പഴയതുപോലെ ഏപ്രിലിൽ പുതുവർഷം ആഘോഷിച്ചു. പുതിയ കലണ്ടർ വന്നിട്ടും ഏപ്രിൽ 1-ന് തന്നെ പുതുവർഷം ആഘോഷിച്ചവരെ ലോകം വിഡ്ഢികൾ എന്ന് വിളിച്ചു തുടങ്ങി. അങ്ങനെയാണ് ലോക വിഡ്ഢിദിനം ആരംഭിച്ചത് എന്ന് കരുതപ്പെടുന്നു. മറ്റൊരു കഥയനുസരിച്ച് റോമിൽ നടന്നിരുന്ന ഹിലരിയ എന്ന ആഘോഷത്തിന്റെ ഭാഗമായാണ് ഏപ്രിൽ ഫൂൾ വന്നതെന്നും പറയപ്പെടുന്നു. പുരാതന റോമിൽ മാർച്ച് 25-ന് ശേഷം ഹിലരിയ എന്ന ഉത്സവം ആഘോഷിച്ചിരുന്നു. ഇത് സന്തോഷത്തിന്റെയും തമാശയുടെയും ആഘോഷമായിരുന്നു. ഈ ആഘോഷത്തിൽ ആളുകൾ പരസ്പരം തമാശകൾ പറയുകയും കളിപ്പിക്കുകയും ചെയ്തിരുന്നു. ചില ചരിത്രകാരന്മാർ ഈ ആഘോഷമാണ് ഏപ്രിൽ 1-ന്റെ വിഡ്ഢിദിനാഘോഷങ്ങളുടെ തുടക്കമെന്ന് വിശ്വസിക്കുന്നു. ഹിലരിയ ഉത്സവത്തിന്റെ സ്വഭാവവും ഏപ്രിൽ ഫൂൾ ദിനത്തിലെ തമാശകളും തമ്മിലുള്ള സാമ്യമാണ് ഈ വാദത്തിന് കാരണം. എന്നാൽ ഏപ്രിൽ ഫൂൾ ദിനത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് കൃത്യമായ തെളിവുകൾ ലഭ്യമല്ല. അതിനാൽ ഹിലരിയ ഉത്സവം മാത്രമാണ് ഇതിന്റെ തുടക്കമെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. എന്തായാലും മറ്റുള്ളവരെ ചെറിയ തമാശകൾ പറഞ്ഞ് കളിപ്പിക്കാനും ചിരിപ്പിക്കാനും വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്.